ബി കഫെ കഴിഞ്ഞ വീഡിയോയിൽ ബി കഫയെ കുറിച്ച് അതിന്റെ പല വേരിയന്റുകൾ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് കോൾ ചെയ്തിട്ട് ചോദിച്ചിരുന്നു ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഇത് എല്ലാവർക്കും പറ്റുമോ, ഇത് ടഫാണോ ഈസി ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് വളരെ നിസ്സാരമായിട്ട് ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ടച്ച് സ്ക്രീനിൽ വരുന്ന കുറച്ച് ബട്ടൺസ് മാത്രമില്ല, ബട്ടൺസ് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ബി കഫെ. അത് നമ്മൾ ലോഗിൻ ചെയ്ത് നേരെ തന്നെ മെയിൻ പേജിൽ കയറി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒരു 4 ബട്ടൺ കാണാൻ പറ്റും. അത് ഡൈൻ ഇന്ന്, ടേക്ക് അവേ, ഹോം ഡെലിവറി, പിന്നെ ഓൺലൈൻ. ഈ ഡൈൻ ഇൻ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ എണ്ണങ്ങളൊക്കെ കാണാം. ഇവിടെ എത്ര ടേബിൾ ഉണ്ട്, അങ്ങനെ ആ ഒരു ടേബിൾ വൈസ് സ്റ്റോർ ആയിട്ട് പോകും. ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ടേബിൾ വൈസ് പോകും. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാണ് പാർസൽ കൊണ്ടുവന്ന് പാർസലിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൽ വരും. പിന്നീട് വരുന്നത് പറഞ്ഞാൽ ഹോം ഡെലിവറി. ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഓൾറെഡി നമുക്കൊരു ടെലിഫോൺ വരികയാണെങ്കിൽ ആ ടെലിഫോണിൽ നമ്പർ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൾറെഡി ആഡ് ചെയ്ത നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് അഡ്രസ്സ് വരും. ഏത് സ്ട്രീറ്റാണ്, ഏത് ബ്ലോക്കാണ്, ഏത് ബിൽഡിംഗ് ആണ്, ഫ്ലാറ്റ് നമ്പർ എത്രയാണ്, വീട്ട് നമ്പർ എത്രയാണ്, അതൊക്കെ വന്നിട്ട് അതിലേക്ക് നമുക്ക് ടേക്ക് അവേ കൊടുക്കാൻ പറ്റും, അല്ല ഹോം ഡെലിവറി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെ ഫെപ്പർ, അങ്ങനെ ഒരുപാട് കമ്പനി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ഓരോരോ സ്ഥലത്ത് ഓരോരോ കമ്പനീസ് ഉണ്ട്. ഞാൻ ഒരു മേജറായിട്ടുള്ള 3 കമ്പനി പറഞ്ഞതേ ഉള്ളൂ. അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. സെയിലിലേക്ക് ഇത് വന്ന് പിന്നെ നിങ്ങൾ സെയിൽ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ സെറ്റിൽമെൻ്റ് ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ താഴെ വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അതിൽ സെറ്റിൽമെൻറ്റ് ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നുള്ളതും അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ക്യാഷ് ആണോ, ക്രെഡിറ്റ് ആണോ, കാർഡാണോ, പിന്നെ റൂംസ് ആണോ, അങ്ങനെ ഓരോന്നായിട്ട് വരും. ഇപ്പോൾ മറ്റേ റൂംസ് മീൻസ് ഇപ്പോൾ ഇതിൽ ഈ റെസ്റ്റോറൻറ്റ് അറ്റാച്ച് ആയിട്ട് ഹോട്ടലും കാര്യങ്ങളും റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റൂംസിലേക്ക് അത് സേവ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ബില്ലിൻ്റെ ഡേ ക്ലോസ് ബില്ലിൻ്റെ ഒരു വേറൊരു ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ അതും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സെയിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. എത്ര രൂപയാണ് സ്വിഗ്ഗിക്ക് പോയിട്ടുള്ളത്, ബാങ്കിലേക്ക് എത്ര രൂപ പോയിട്ടുണ്ട്, എത്ര ഗൂഗിൾ പേ പോലെ ഓൺലൈൻ പേയ്മെൻറ്റ് എത്ര പോയിട്ടുണ്ട്, റൂമിലേക്ക് ഇപ്പോൾ റൂം നമ്പർ 102, 103 അങ്ങനെ റൂം നമ്പറിലേക്ക് എത്ര ക്രെഡിറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും കൂടെ ഡെയിലി വൈസ് കിട്ടും. അത് മന്ത്ലിയും കിട്ടും, ഡെയിലിയും കിട്ടും, അങ്ങനെ കംപ്ലീറ്റ് കിട്ടും.